കല്യാണ പ്രായമൊക്കെ ആയപ്പോൾ അറേഞ്ച്ഡ് മാരേജിനോട് തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും വീട്ടുകാരുടെ നിർബന്ധത്താൽ മാട്രിമോണിയൽ പ്രൊഫൈൽ ഉണ്ടാക്കിയ ഹരിതയെ കണ്ട് ഇഷ്ടപ്പെട്ട ഉടൻ അഭിജിത്ത് എന്നൊരു പയ്യൻ താല്പര്യം അറിയിച്ചു. ദുബായിലായിരുന്ന ഹരിതയെ അബുദാബിയിൽ നിന്നും അഭിജിത്തും വീട്ടുകാരും വന്ന് കണ്ടു ബോധിച്ചു. അപ്രതീക്ഷിതമായി ഇരുവർക്കും നാട്ടിൽ വരേണ്ടി വന്നപ്പോൾ എടിപിടിന്ന് നാടറിഞ്ഞൊരു എൻഗേജ്മെന്റ് നടന്നപ്പോഴും ഇതെന്താണപ്പാ നടക്കുന്നത് എന്നായിരുന്നു ഹരിതയുടെ ചിന്ത. എങ്കിലും തനിക്ക് ഇണങ്ങിയ ഒരാളെ തന്നെ ഇണയായി കിട്ടിയെന്ന് വിചാരിച്ചിരുന്ന ആ പാവം പെൺകുട്ടിക്ക് വലിയൊരു പണിയായി ഒരു സംഭവം നടന്നു. അഭിജിത്തിന്റെ വീട്ടിൽ ഇടുത്തി പോലും റൂമൊക്കെത്തിയെന്നു. അവളെയും വീട്ടുകാരെയും മോശമാക്കിക്കൊണ്ട് ഏതോ ലേച്ചിന് എഴുതിയച്ച ആ കത്ത് കണ്ടപ്പോൾ അവന്റെ വീട്ടുകാർ കൂട്ടത്തോടെ ഞെട്ടി. വിവരം അറിഞ്ഞ് ദുബായിൽ അവളെ കാണാനെത്തിയ അവൻ കത്തിന്റെ കോപ്പി കാണിച്ചപ്പോൾ അവളും പെട്ടെന്ന് ഞെട്ടി. നാടൊട്ട് കറങ്ങി നടന്ന എൻഗേജ്മെന്റിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്നായി ഹരിതയും അവളുടെ വീട്ടുകാരും. അവളുടെ കീഴെയുള്ള രണ്ട് അനീത്തിമാരുടെ ഭാവി കൂടി ഓർത്തപ്പോൾ അവളാകെ തളർന്നു പോയി. അവന്റെ വീട്ടുകാർ ഈ ബന്ധം വേണ്ടെന്ന് ഉറപ്പിച്ചതോടെ ഇരു വീട്ടുകാരും തമ്മിലുള്ള കോണ്ടാക്ട് മുറിഞ്ഞുപോയി. പക്ഷേ പെണ്ണിനെ പറ്റി അന്വേഷിച്ചറിഞ്ഞ് വിവാഹ നിശ്ചയം നടത്തി മോതിരം കൈമാറി കഴിഞ്ഞ് കൊടുത്ത വാക്ക് തിരിച്ചെടുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ആണായി പിറന്ന അഭിജിത്ത് നിന്നത്. പതിയെ അവന്റെ തീരുമാനത്തിൽ അതിയായി വിശ്വസിച്ച് അവന്റെ വീട്ടുകാരും അതിനായി മുന്നിട്ടിറങ്ങി. ഹരിതയ്ക്കും വീട്ടുകാർക്കും അതൊരു ആശ്വാസം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ സൽപ്പേരിലുള്ള വിശ്വാസം കൂടിയായിരുന്നു. അതോടെ അറേഞ്ച്ഡ് മാരേജിനെ അറേഞ്ച് പോലും ഇഷ്ടപ്പെടാതിരുന്ന ഹരിത അവനെ അതിയായി ഇഷ്ടപ്പെട്ടു. അതിലേറെ അവനെ ഓർത്ത് അഭിമാനിച്ചു. ആ ഊമക്കത്ത് എഴുതിയവൻ ആരായാലും ഹരിത അതിനിപ്പോൾ നന്ദി പറയുന്നു. കാരണം അവളെ അതിയായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളി തന്നെ അവൾക്ക് കിട്ടിയല്ലോ. നാടൊട്ടുക്ക് അറിയിച്ചുകൊണ്ട് ഈ ജനുവരി 26-ന് ഹരിതയും അഭിജിത്തും വിവാഹിതരാകുമ്പോൾ ഈ ലോകവും അറിയും ഒന്നിക്കേണ്ടവർ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്ന്. വധൂവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.